പറവൂരിൽ കനത്ത മത്സരം നേരിടുകയാണ് വി.ഡി. സതീശൻ. എൻ.ഡി.എ സ്ഥാനാർത്ഥി വത്സല പ്രസന്നകുമാറിൽ നിന്ന് കടുത്ത വെല്ലുവിളിയാണ് ഉയരുന്നത്. പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകുമെന്നാണ് സൂചന. തുടർച്ചയായി ആറാമതും വിജയം നേടണമെന്ന ലക്ഷ്യത്തോടെ അംഗത്തിനിറങ്ങുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഇത്തവണ കാര്യങ്ങളത്ര എളുപ്പമാകില്ല. കോൺഗ്രസിൽ നിന്നും ഈയിടെ ബി.ജെ.പിയിലേക്ക് എത്തിയ വത്സല പ്രസന്നകുമാറാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി എന്നതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന നിലയിൽ പറവൂർ ടൗൺ മേഖലയിൽ വത്സല പ്രസന്നകുമാറിനുള്ള സ്വാധീനം വോട്ടായി മാറുമെന്നാണ് എൻ.ഡി.എയുടെ പ്രതീക്ഷ. എൻ.എസ്.എസുമായുള്ള അടുത്ത ബന്ധവും സാമുദായിക വോട്ടുകളിൽ മാറ്റമുണ്ടാക്കിയേക്കും. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളിൽ വത്സല പ്രസന്നകുമാർ ഭിന്നിപ്പുണ്ടാക്കുമെന്നും കരുതുന്നു. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് എന്നതും പ്രതീക്ഷ നൽകുന്നുണ്ട്. 97,964 പറവൂരിലെ ആകെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം. ജയിച്ചാൽ പറവൂരിന് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലാണ് സതീശൻ അനുകൂലികളുടെ പ്രചാരണമെങ്കിലും കോൺഗ്രസിനുള്ളിലെ മറുവിഭാഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പുണ്ട്. ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സതീശന്റെ പക്ഷത്തിന് മുൻതൂക്കം കിട്ടിയതിൽ നേരത്തെ തന്നെ പടലപ്പിണക്കങ്ങൾ ഉടലെടുത്തിരുന്നതാണ്. കൊച്ചി സീറ്റുമായി ബന്ധപ്പെട്ട് ലത്തീൻ സഭയ്ക്കെതിരായ പരോക്ഷ പരാമർശവും വി.ഡി. സതീശനെ വെട്ടിലാക്കിയിരുന്നു. ജനം, കൊച്ചി.